തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. എല്ലാ ഗ്ലാസും തുടച്ച്, സീറ്റൊക്കെ തുടച്ച്, ബാക്കത്തെ ഗ്ലാസ് എല്ലാം തുടച്ചു. സമയം 6:40 ആദ്യം നമുക്ക് അപ്ഡേഷൻ ഉണ്ടോ നോക്കാം, എന്നിട്ട് ഊബർ ഓണാക്കാം. ഡെയിലി അപ്ഡേഷൻ ഉണ്ടോ നോക്കണം. റാപ്പിഡോയിൽ അപ്ഡേഷൻ അല്ല, പക്ഷെ റാപ്പിഡോയിൽ റീചാർജ് കഴിഞ്ഞിരിക്കണോ. അപ്പോൾ ആദ്യം അത് ചെയ്യട്ടെ. റീചാർജ് ഇല്ല. റീചാർജ് 69 റീചാർജ് 81 രൂപ GST അടക്കം. അപ്പോൾ റാപ്പിഡോൻ്റെ റീചാർജ് സക്സസ് ആയിട്ടുണ്ട്. പച്ച കളർ വന്നിട്ടുണ്ട്, 0 റെഡി ആയിട്ടുണ്ട്. റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഊബർ ഓണാക്കാം. ഊബർ എന്താ അവസ്ഥ? ഊബറും അപ്ഡേഷൻ ഇല്ല. ഊബറും ജസ്റ്റ് ഓണാക്കുക. ഊബർ ചിലപ്പോൾ സെൽഫി ചോദിക്കും. ഇവിടെ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ സെൽഫി എന്ന് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫോട്ടോ ചോദിക്കും. അത് ഓപ്പൺ ആവുന്നില്ല. അത് സെൽഫി എടുക്കാത്തതുകൊണ്ടാണ് ഓപ്പൺ ആവാത്തത്. ഇപ്പോൾ വേഗം സെൽഫി എടുക്കട്ടെ. ഫോണ് മറഞ്ഞു പിടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഊബറും ഓണായിട്ടുണ്ട്, റാപ്പിഡോയും ഓണായിട്ടുണ്ട്. റാപ്പിഡോ ഓണായോ? ഓക്കെ, റാപ്പിഡോ ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ പണി തുടങ്ങട്ടെ. കുറച്ച് വൈപ്പർ അടിക്കുക, സ്ക്രീന് ഗ്ലാസ് ക്ലിയർ ആക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നേരമായിട്ടോ. 8:43 ഇപ്പോൾ സമയം. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറി. ഇപ്പോൾ നിന്നോളൂ കേട്ടോ. ഇപ്പോൾ നിന്നു. ഇനി ഞാൻ പോയി ചായ അടിക്കട്ടെ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചായ കുടിക്കുന്ന ഇടയിൽ. ഒരു 5:30 ആലുവക്കാട്ടോ. 900 മീറ്ററും കൂടി ഉള്ളൂ പിക്കപ്പ് ഉള്ളത്. നമ്മളെ ചായ ഫുള്ളാക്കാൻ പറ്റിയില്ല, കുടിച്ച് ഫുള്ളാക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു 2-3 മുറുക്ക് കുടിച്ചപ്പോഴത്തിന് ആൾ മെസ്സേജ് അയച്ച് ആർ യു കമ്മിങ് പറഞ്ഞാണ്ട്. അപ്പോൾ ഇനി ഞാനവിടെ വെച്ച് പോകുന്നു. കട്ടൻ ചായ ഓർഡർ ചെയ്തേന്. ഇന്ന് ഹോർലിക്സ് അല്ല, ഭാഗ്യത്തിന് എന്തോ ഇന്ന് കട്ടൻ ചായ കുടിക്കാനൊരു പോതി. അതുകൊണ്ട് 10 റുപ്യല്ലേ, ഇത് 230 റുപ്യേൻ്റെ ട്രിപ്പാണ്. അപ്പോൾ ചില ട്രിപ്പിന് വേണ്ടി നമ്മൾ ചായ ഒക്കെ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ആ ചങ്ങായി ചായ തരാൻ കുറേ ലേറ്റായി, അതാ പ്രശ്നമായത്. കസ്റ്റമറിന് ഇവിടെ വെക്കാനൊന്നും സാധനങ്ങളില്ല എന്നാൽ മതിയായിരുന്നു. ചിലപ്പോൾ 4 ആളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പം ഇക്കേണ്ട സാധനങ്ങളൊക്കെ മാറ്റേണ്ടി വരും. കുറേ സാധനങ്ങളുണ്ട്. ഹലോ, മാർക്കറ്റാ? പ്രൈവറ്റ് ബസ് സ്റ്റോപ്പാണോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 214 രൂപയാണ് കിട്ടിയത്. ഈ കാണുന്ന കേട്ടോ നമ്മളെ കസ്റ്റമർ. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഡ്രോപ്പ് ആക്കിയത്. 215 ആയിരുന്നു. 220 ആൾ ക്യാഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ചായ കുടിക്കണ്ട, ചായക്ക് പകരം 2 പഴം എടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. ഇനി ആ പഴം കഴിക്കാം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കാൻ പറ്റുമോട്ടെ. ഇവിടെ എവിടെ സൈഡാക്കിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും ട്രിപ്പ് അടിക്കലില്ല. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ചിലപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യണതന്നെ ഉണ്ടാവുക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ. പിന്നെ അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇതിൽ കൂടി ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ പള്ളീൻ്റെ സൈഡിൽ കൂടി കയറിയിട്ട് ചെറിയ വഴിയാട്ടോ, അതിൽ കൂടി കയറിയിട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ആ ഭാഗത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അവിടെ നിന്ന് ട്രിപ്പ് അടിക്കും. ഇതുണ്ടോ, ഈ ചെറിയ റോട്ടിൽ കൂടി ഇങ്ങനെ കയറണം. ചിലപ്പോൾ വണ്ടി തട്ടുന്നില്ല ചിന്തയൊക്കെ ഉണ്ടാവും, പക്ഷെ തട്ടൂല. ഇത് 1 വേ കേട്ടോ. ചെറിയ വീടുകളൊക്കെയാണ്. ഇതുണ്ടോ, ഇതിൽ ചില വീടുകളിലൊക്കെ താമസം ഇപ്പോഴും ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഇതൊരു വീട്. ഞാൻ നേരെ കാണുന്ന വീടൊക്കെ നല്ല വീട്, അതിലൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ അത് ഇവർക്കൊക്കെ ചിലപ്പോൾ നല്ല പൈസ ഇട്ടിട്ടുണ്ടാവും. ഇത് 1 വേ കേട്ടോ. ഇങ്ങോട്ട് തിരിച്ച് വണ്ടി വരില്ല. ഇതിപ്പോൾ ഉണ്ട്, അപ്പുറത്തെ മെയിൻ റോഡിലേക്ക് ചാടിയുണ്ട്. നല്ലൊരു ഷോർട്ട് കട്ടാണ്. നമ്മൾ മറ്റേത് ചായ കളഞ്ഞത് നന്നായി. കാരണം കസ്റ്റമർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ചിലവർ ഇങ്ങനെ അർജൻറ്റുള്ള ആൾക്കാരുണ്ടാവും, ഓലായിരിക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കുക. അപ്പോൾ ചിലവരൊക്കെ ഊബർ ബുക്ക് ചെയ്തിട്ട് അപ്പോഴേക്കും കുളിക്കണുണ്ടാവുക, ചിലർ ഡ്രസ്സ് മാറ്റുണ്ടാവുക. ഇപ്പോൾ ഇന്നലെ ഇതേപോലെ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് അവിടെ എത്തിയിട്ട് ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ് പറഞ്ഞു. ഇല്ല 5 മിനിറ്റ് ആവൂലെന്നും പറഞ്ഞു. പിന്നെ ആദ്യം 5 മിനിറ്റ് എന്ന് പറഞ്ഞ്, പിന്നെ ഓലെന്നെ 5 മിനിറ്റ് ആവൂല പറഞ്ഞു. എന്നിട്ട് സമയം എത്ര എടുത്ത് അറിയോ? 15 മിനിറ്റോളം എടുത്ത്. 17 മിനിറ്റ് ടോട്ടൽ എടുത്ത്. എന്നിട്ട് അതിന് വല്ല വെയിറ്റിംഗ് പൈസയും നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. 5 മിനിറ്റ് ആവൂല എന്ന് പറഞ്ഞ ആൾ 15 മിനിറ്റ് ആയി ഇന്നലെ വരാൻ. ഇവിടെ എന്താണെന്നോ, ഇവിടെയൊക്കെ ഞാൻ ആദ്യം വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വണ്ടികൾ നടക്കുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ, ഇവിടെയൊക്കെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് ഉണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും. രാവിലെ തന്നെ ഓരോ പെറ്റികൾ ഇങ്ങനെ കിട്ടുമ്പോൾ 250, 500. ഇന്നാളിപ്പോൾ എത്ര നമുക്ക് കിട്ടി? 500 അല്ലേ? 500 കിട്ടിയത്. അത് കറക്റ്റ് ആ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ പിന്നീട് നമ്മൾ എവിടെ ആ പാർക്കിങ് കൊണ്ടുപോയിട്ട് നമ്മൾ പാർക്ക് ചെയ്യുള്ളൂ. ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആലുവ തന്നെ ഇട്ട് അടിച്ചിക്കണേ. 0.1 കിലോമീറ്ററാണ്, 100 മീറ്റർ, അതായത് റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എവിടെ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുക. ഇവിടെ ഏതോ നല്ല ഏതൊരു വണ്ടി വന്നിക്കണോ കണ്ടോ, ലൈനായിട്ട് കിടക്കുന്നുണ്ട് വണ്ടികളൊക്കെ.
കസ്റ്റമർ ഏകദേശം ഇവിടെ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് ഹെഡ്. അപ്പോൾ എന്താണെന്നോ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല, പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടാവില്ല. അവിടെ നിന്ന് തന്നെ റെയിൽ പാളത്തിൽ നിന്ന് വണ്ടി ഇറങ്ങിയ ഉടനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല. എന്നാൾ പോലീസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അജോ എന്നാണ് കസ്റ്റമർ പേര്. ഞാൻ വേഗം കസ്റ്റമറൊന്ന് വിളിക്കട്ടെ, കാരണം നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ ബ്ലോക്ക് ആവണോണ്ടേ. നാള് പോലീസിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇവിടെ കസ്റ്റമറെ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഹലോ, ആ ഇവിടെ പുറത്തുണ്ടോ? ഇപ്പോൾ പിക്കപ്പ് പോയിന്റിലുണ്ടോ? ആ ഓക്കെ, ഞാനൊരു 3-4 വണ്ടിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ ആളിവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ, ഇവിടെ ഇത്രയും വണ്ടികൾ നിൽക്കുന്നുണ്ട്. ഈ ബൊലിയറിൻ്റെ ബാക്കിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. ഏത് ഈ ചങ്ങായി ഓട്ടോറിക്ഷ കൊണ്ട് ആനങ്ങോട്ട് കയറ്റിയാലോ. നമ്മളെ രണ്ടാമത്തെ കസ്റ്റമർ ആട്ടത്. നമ്മളെ എടപ്പള്ളിയിൽ ഇവിടെ ഒരു മന്തിക്കട ഉണ്ട്, കുബാബ. അതിൻ്റെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലാണ് ഡ്രോപ്പ് ഉള്ളത്. ഇപ്പോൾ 400 രൂപ ആയിട്ടോ ഊബറിൽ. റാപ്പിഡോയിൽ ജസ്റ്റ് ആലുവന്ന് ഇറങ്ങിയപ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടേക്കാന്ന് നോക്കാൻ പറ്റിയില്ല, കസ്റ്റമർ കയറിയപ്പോൾ അതിന്. പിന്നെ ഇവിടുന്ന് വേറൊരു വാഗനർ വരുന്ന ടാക്സി, ഓനോട് പോയിക്കോട്ടെ. ഇത് നമ്മളെ നാട്ടിലത്തെ വണ്ടിയാണല്ലോ, 71 വണ്ടി. അപ്പോൾ ഇനി ഇവിടുന്ന് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു കട ഉണ്ട്, ഒരു പൂരിക്കട ഉണ്ട്. നല്ല അടിപൊളി മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പൂരി. അത് തമിഴന്മാരെ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല, അതാ പ്രശ്നം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ കയറാം. ഇതോടെ ഞാൻ പറഞ്ഞ കുബാബ നല്ല അടിപൊളി ഫേമസ് കടയാണ്, നല്ല മന്തിയാണ്. ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്പെഷ്യൽ അൽഫാം മന്തിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എവിടെയൊക്കെ വണ്ടി സൈഡാക്കേണ്ടി വരും. കറക്റ്റ് ഇവിടുന്ന് ഒരു മരോട്ടിച്ചോട് ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഒരു ഹോട്ടലുണ്ട്. കറക്റ്റ് ഇതാ കാണുന്ന ഹോട്ടൽ, ആ ഷോപ്പ് പോടണ്ടോ, ഇതിലാണ് പൂരി ഉള്ളത്. പക്ഷേങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹോട്ടലിൻ്റെ അടുത്തൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടോ, നല്ല പാർക്കിംഗ് ഉണ്ട്. ഇവിടെ രാവിലെ ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല, സമയം 7:51 ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഒരു 50 മീറ്റർ പോയാൽ നമ്മളെ ഹോട്ടലെത്തും. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതാട്ടോ നമ്മളെ പൂരി ഫുള്ള് ആവിയാണ് കേട്ടോ, നല്ല ചൂട് സാധനമാണ്. മൂവാറ്റുപുഴയ്ക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, 200 മീറ്ററുള്ള പിക്കപ്പ് ഉള്ളത്. നമ്മൾ ഏകദേശം ആ ഭാഗത്തേക്ക് തന്നെ പോകേണ്ടത്. ഞാൻ ഇപ്പം ചായ അടിച്ച് വന്നിട്ട് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളൂ, അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ച്. റാപ്പിഡോ യാത്രയൊക്കെ ഓൺ ആക്കി ഉണ്ടാക്കും, ഇനി ഓഫ് ചെയ്യട്ടെ. SN ആണ് കസ്റ്റമറുടെ പേര്. എന്താ അങ്ങനെ എന്നാവോ, ചിലവർ UP എന്നൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ ഞാളെ പോയി പിക്കട്ടെ. ആകെ 200 കിലോമീറ്റർ കേട്ടോ, 200 മീറ്റർ ഉള്ളൂ പിക്കപ്പുള്ളത്. പിക്കപ്പും വലിയ നഷ്ടമല്ല നമുക്ക്. 150 മീറ്റർ ഉള്ളതാണ്ട. ഒരു മിനിറ്റ്, നമ്മളൊരു 9:16 ആയപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടോ ആളെ. ഇതാണ് കസ്റ്റമർ. ഇപ്പോൾ ഊബറിൽ നിന്ന് ഓടിയത് 1254 രൂപ കേട്ടോ, 3 ട്രിപ്പ്. ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് 850 രൂപയാണ്. നമ്മളെ കസ്റ്റമർ ഇങ്ങനെ പോകേണ്ടതാണ്ട. ഇതാണ് ഓഫീസ്, ഈ ഓഫീസിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ സഞ്ചരിച്ചത് 1 മണിക്കൂറും 5 മിനിറ്റുമാണ് നമ്മൾ ടൈം എടുത്തത്. 36.85 കിലോമീറ്റർ. 1084 ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 1100 തന്നിട്ടുണ്ട് ആൾ. അപ്പോൾ നമുക്ക് 850 കിട്ടിയായി. 850 36 വെച്ച് നോക്കുമ്പോൾ 850 ആയിരിക്കണം 36, 23 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കണം. ഇപ്പോൾ 9:17 ആട്ടോ സമയം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലൊരു പാർക്കിംഗ് കിട്ടിയാൽ ഇവിടെ ഇടണ്ട, ആൾ കാണുമ്പോൾ ഒരു ഇതല്ലേ. ഞാൻ ആളോട് ചോദിച്ച്, നമ്മൾ ആദ്യം കമ്പനി ആയില്ല, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് മ്യൂസിക് കിട്ടീന് ഞാൻ. അപ്പം മൈക്കിൾ ജാക്സൻ്റെ ഒരു ഓൾഡ് സോങ് വന്നപ്പോൾ ആളിനോടാണ് വോളിയം കൂട്ടി വെച്ച്. അപ്പോൾ അങ്ങനെ പിന്നെയാണ് കമ്പനിയായി. പിന്നെ പഴയ പാട്ടുകളൊക്കെ വരുമ്പോൾ ആൾക്കറിയും, അത്യാവശ്യം പ്രായമുള്ള ആളാണല്ലോ, അപ്പോൾ ഓൾഡ് പാട്ടുകളൊക്കെ അറിയും. അപ്പോൾ അങ്ങനെ കുറച്ച് ആണ് കമ്പനിയായി. പിന്നെ അങ്ങനെ ചോദിച്ചു, ഇത് ഒഫീഷ്യലാണോ പേഴ്സണലാണോ? അപ്പോൾ ഒഫീഷ്യലാണ്. അപ്പോൾ റിട്ടേൺ ഉണ്ടോ ചോദിച്ചു. റിട്ടേൺ 7 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നടക്കൂല. ഇവിടുന്ന് മൂവാറ്റുപുഴയിൽ ചിലപ്പോൾ പെട്ടെന്ന് ട്രിപ്പ് അടിക്കും. ഇവിടുന്ന് നമുക്ക് നാളെ ട്രിപ്പ് അടിച്ചിരുന്നല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കുറച്ചേരം പോയാലേ നമ്മൾ ഇന്നാൾ വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ പോയിൻ്റെ അടുത്ത്, ആ പോയിൻ്റെ അടുത്തേക്ക് പോവാം. അതിൻ്റെ വഴി ഞാൻ ഇവിടെ കണ്ടു. ഇവിടെ ഒരു നോ എൻട്രിൻ്റെ ബോർഡ് ഉണ്ട്, അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ആ പോയിൻ്റെ അവിടേക്ക് പോവുക. അപ്പോൾ ഏതായാലും ആ പോയിൻ്റെ അവിടെ പോകാൻ നമുക്ക്. ഞാൻ രാത്രി റാപ്പിഡൊക്കെ ഓഫാക്കണമെന്ന് എഴുതി, ഞാനൊക്കെ മറന്നു. ഇവിടെ എത്തിയപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അതൊക്കെ ഓണായി കിടക്കുകയാണ്. അതൊന്നും ഇവിടുന്ന് അടിയില്ല കേട്ടോ, രാത്രി റാപ്പിഡൊന്നും നമുക്ക് ഇവിടുന്ന് അടിയില്ല, ഊബർ മാത്രമേ അടിയുള്ളൂ. രാവിലെ ഒരു 9:20 ആയപ്പോഴത്തേന് 9:17 ആയപ്പോഴത്തേന് നമുക്ക് 1200 റുപ്യ ആയില്ലേ. ഇൻ്റർസിറ്റി എയർപോർട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടണം ഡെയിലി. നമുക്ക് ഡെയിലി ഇനി ഒരു ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് മൂവാറ്റുപുഴക്കാണ് പോകുന്നത്. ഇതാട്ടോ നോ എൻട്രിൻ്റെ ബോർഡ് ഇതുണ്ടോ,
ഈ ബോർഡ് ഇത് മെയിൻ ജംഗ്ഷനാന്ന് തോന്നുന്നുണ്ട് മൂവാറ്റുപുഴൻ്റെ. ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ശീലാവൽ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് തിരിയുമ്പോഴാണ് ആ പുഴയ്ക്കെത്തണ റോഡ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതാക്കട്ടെ, പാർക്ക് ചെയ്യട്ടെ. ഇവിടെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇട്ടാലും മതി. നല്ലൊരു തണൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയൊക്കെ ഇടാം. ഇപ്പോൾ ബാക്കിലൊരു തണൽ കഴിഞ്ഞ് പോയി. ഇതാണ് ആ ജംഗ്ഷന്. ഇവിടുന്ന് ഈ റോഡ് ഈ ലെഫ്റ്റാണ് കയറിയാൽ നേരെ പുഴയ്ക്കാണ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് അടയാളത്തിന്. അടയാളം എന്താ, അവിടെ റോഡ് ഭയങ്കര മോശമായിക്കണം. ആ റോഡ് മോശം കഴിഞ്ഞ ഉടനെ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പോയാൽ ഇവിടെ എന്താണെന്ന്, ഇവിടെ നല്ല തണലുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ ദിവസം വന്നാൽ നമുക്ക് തണൽ കിട്ടില്ല. അത് ഉച്ച സമയമായിരുന്നു. ഈ സമയത്ത് കുഴപ്പമില്ല, തണലുണ്ട്. നമ്മൾ ഈ റൈറ്റ് സൈഡിലാട്ടോ വണ്ടി ഇടൽ. അപ്പോൾ ഇവിടെ വണ്ടി ഒടിച്ചിടാം, പെട്ടെന്ന് ട്രിപ്പ് അടിച്ചാൽ പോവാൻ. അപ്പോൾ ഇങ്ങനെയാണ് കയറ്റുക. ഇവിടുന്ന് വല്ല ഇങ്ങനെയാണ് റിവേഴ്സ് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് കയറ്റി നിർത്തുക തന്നെ. ചാരി അങ്ങോട്ട് ഇടുക. ഇവിടെ വലിയ വണ്ടികളില്ല, അത് കുഴപ്പമില്ല. വലിയ തണലില്ല. നമ്മൾ നേരത്തെ കണ്ട തണലാണ് ഒന്നും കൂടി നല്ലത്. അല്ലെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലിടണം. ഇവിടെ അങ്ങോട്ട് ചാരി ഇട്ടാൽ ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരു 9:22 ആയിട്ടുണ്ട്. നമുക്കൊരു 10 മണി വരെ 10:30 വരെയൊക്കെ നിൽക്കാൻ കുഴപ്പമില്ല. ഇവിടുന്ന് കുറച്ച് ലേറ്റായിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തൊരു ട്രിപ്പ് എടുത്താലും വലിയ വിഷയമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 600 രൂപയുടെ ട്രിപ്പ് അടിക്കും. അപ്പോൾ ഈ 1200ക്ക് 600 കൂട്ടിയാൽ ഒരു 1800 ആയില്ലേ, പെട്ടെന്ന് തന്നെ ആവും. പിന്നെ അവിടെ കുറച്ച് ലോക്കൽ ഓടിയാൽ പൈസ ആയി. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടുന്ന് കാല് പോയിട്ട് കാര്യമില്ല. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ CNG 2 പുള്ളിയുള്ളൂ. ഇവിടെ അടുത്തൊന്നും CNG പമ്പില്ല. പിന്നെ രണ്ടാമത്തെ കട്ടിയിൽ കുറച്ച് നേരം പോരും ചെയ്തു. അപ്പോൾ ഇനി കറക്റ്റ് ആയിരിക്കും. എറണാകുളം ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. വേഗം ഓഫ് ചെയ്യുക, CNG അടിക്കുക. CNG പമ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ആയാൽ മതിയായിരുന്നു. കാല് പോകണില്ല എന്തായാലും. 2 പുള്ളിയുള്ളൂ. CNG ഇല്ലാണ്ട് കാല് പോയിട്ട് കാര്യമില്ല. നല്ല റോഡായിരുന്നു കേട്ടോ. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് എത്തിയാലോ. ഏകദേശം നമുക്ക് എത്ര 33 കിലോമീറ്റർ അല്ലേ, 36.85 കിലോമീറ്റർ 1 മണിക്കൂർ 5 മിനിറ്റ് അടുത്ത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സ്പീഡിൽ പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് കാക്കനാട്ടിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 10:52 ആയിട്ടോ. നമ്മളൊരു 10 ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചതിന് പിന്നെ ഞാനിങ്ങനെ സിനിമ കണ്ടിരുന്നിട്ട് അങ്ങനെ ഇരുന്ന്. അപ്പോൾ നമുക്ക് കാക്കനാട്ടിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ഉള്ളത്. ഒരു ബിബിയാണ് കസ്റ്റമർ. ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഐ എം ഓൺ മൈ വേ എന്ന് ഇട്ടിട്ട്. അപ്പോൾ ആൾ ഓക്കെ എന്ന് ഇട്ടിട്ടുണ്ട്. ക്യാൻസൽ ആക്കൂലായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ബിബിയെ പോയി പിക്കട്ടെ. 30 കിലോമീറ്റർ ഉണ്ടോന്നു. ഞാൻ വന്നപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചില്ല. ഒരു മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു ദിവസമാണ്. വല്ലാണ്ട് വെയിലൊന്നും ഉണ്ടായിട്ടില്ല, വലിയ ചൂടില്ലത്. പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ പോയിൻ്റ് അവിടെ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത് 1 വേ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് ആ നോയൻഡ്രിൻ്റെ ബോർഡിൻ്റെ ഏകദേശം അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് എന്നും ട്രിപ്പ് അടിക്കൽ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മൂവാറ്റുപുഴ ഈ സൈഡ് വരുമ്പോൾ ഈ ഭാഗത്ത് എവിടെയൊക്കെ വണ്ടി ഇടാൻ പറ്റുമോ എന്ന് നോക്കി നോക്കണം. എന്നാൽ പിന്നെ ഇത്രയും പിക്കപ്പ് ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി അന്നൊക്കെ നമുക്ക് ഇവിടുന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. പൂർവീക്കാണ് നമ്മളെ അസ്താണിയിലുള്ള ഫ്ലാറ്റ് ആയിരിക്കും. ഇനി എത്ര പേരുണ്ടെന്ന് ഒരു ഗർഭിണി ഉണ്ടോന്നോ. ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി ആട്ടോ. 2 ഫോർച്യൂണറും ബാക്കിൽ 2 ടയറൊക്കെ തീർന്നിക്കണേ. 2 ഫോർച്യൂണർ സൈഡിൽ ബ്ലാക്ക്, ഫ്രണ്ടിലൊരു BMW ഉണ്ട്. പിന്നെ ബാക്കിൽ ഇപ്പോൾ വൈറ്റ് ഫോർച്യൂണർ ഇറക്കി. ടയറൊക്കെ തേഞ്ഞിക്കണേ. നമുക്ക് മാറ്റാനുള്ള പൈസ ഒന്നും ഇല്ല. പള്ളിക്കര വഴി വണ്ടർലാൻഡ് അല്ലേ? ഇല്ല പോലെ. ഇതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ ഉണ്ടായിരുന്നത്. ആളെ വൈഫും ഉണ്ടായിരുന്നു. ഞാൻ കരുതി പ്രഗ്നൻ്റ് ആയ ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. പതുക്കെ പോണേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനാണ് ബുക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ അവരൊന്നുമില്ല. ഇവരിവിടെ അത്താണിയിലുള്ള ഈ പൂർവ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട്. വലിയ ഫ്ലാറ്റ് ആട്ടോ. ഈ ഫ്ലാറ്റിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും പാടെ കൂടിയിട്ട് എന്തോ വാഗമൺ ഇവിടെ പോകാൻ നിൽക്കണം. അതാണ് എത്ര വണ്ടികളവിടെ. അപ്പോൾ ഇവർക്ക് എന്തോ മരിപ്പെന്തോ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഇവിടെ പോരേണ്ട ആവശ്യം വന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതിന് നമുക്ക് കിട്ടിയത് 580 രൂപ കേട്ടോ. നമുക്ക് കിട്ടിയത് ടോട്ടൽ 761 ടോട്ടൽ ക്യാഷ് കളക്ട് ഉള്ളത്. 750 ഇട്ടിട്ടുണ്ട്. 31.21 കിലോമീറ്ററാണ് ടോട്ടൽ പോകുന്നത്. 57 മിനിറ്റ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഊബർ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രിപ്പ് ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടാകും.
ടോട്ടല് 1854 രൂപക്ക് ഓടിയുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് CNG അടിക്കട്ടെ. പോരുന്ന വഴിക്ക് ഒരു 6 കിലോമീറ്റർ പോന്നപ്പോഴേ ഒരു കട്ടിയൊക്കെ ചാടി വാണിങ് കത്തി. പിന്നെ ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഇപ്പോൾ CNG കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ടാവും. പെട്രോൾ ഇപ്പോഴും ഉണ്ട് 2 കട്ട. നമ്മളെന്തായാലും ചിലപ്പോൾ പെട്രോൾ പമ്പൊക്കെ എത്തുമ്പോഴത്തേന് CNG പമ്പൊക്കെ എത്തുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു കട്ട പോകും. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററോ 3 കിലോമീറ്ററൊക്കെ ഉണ്ടാവും നമ്മളെ കാക്കനാട് CNG പമ്പക്ക്. അപ്പോൾ അതുവരെ ഊബർ ഓഫ് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മൾ CNG കാര്യങ്ങൾ അടിച്ചിട്ടോ. 695 രൂപയാണ് ആയത് CNGക്ക്. ഇതിൽ ബിയിൽ നമ്മൾ 105 കിലോമീറ്ററാണ് ഓടിയത്. കഴിഞ്ഞ CNGയിൽ ഓടിയത് 217 കിലോമീറ്റർ. കഴിഞ്ഞ CNG അല്ല, കുറച്ച് നമ്മൾ പെട്രോളിലും പോകുന്നു. പിന്നെ ഇവിടെയും വലിയ പ്രഷറില്ല കേട്ടോ, കാരണം ഒരു കട്ടപ്പോൾ തന്നെ കുറഞ്ഞുണ്ടാവും. അപ്പോൾ ഇത് CNGയിലല്ല, ഇപ്പോൾ പെട്രോളിലാണ് കിടക്കുന്നത്. CNGക്ക് മാറ്റട്ടെ. ഓക്കെ, CNGക്ക് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഊബർ റാപ്പിഡോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. യാത്രയും പാടെ ഓണാക്കട്ടെ. ഊബർ ഇനി ചിലപ്പോൾ എപ്പോഴും ട്രിപ്പ് അടിക്കാമെന്ന് വരാൻ പറ്റില്ല, കാരണം ഊബർ നമ്മൾ കുറച്ച് നേരം ഓഫ്ലൈൻ ആക്കിയല്ലോ. ഊബർ അങ്ങനെയാണ്, ഓഫ്ലൈൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്, യാത്രയും ഓണാക്കിയിട്ടുണ്ട്, ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. സമയം 12:21 ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാം. ഞാൻ അവിടുന്ന് ജസ്റ്റ് പോന്നു. അവിടുന്ന് ഈ NGO കോട്ടേഴ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റൊക്കെ തിരിഞ്ഞാൽ കുറേ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല തണലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിടാം, റെസ്റ്റ് എടുക്കാം. പിന്നെ ഇവിടെ എന്നാലും ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറച്ച് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇവിടുന്ന് ഉണ്ടോ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ലെഫ്റ്റ് തിരിഞ്ഞാൽ പിന്നെ സ്ഥലമില്ല, അവിടെ എന്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ വേണ്ട, ഇവിടെ തണലില്ല ഭാഗങ്ങൾ. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാൽ തണലില്ല ഭാഗങ്ങൾ. സമയം ഇപ്പോൾ 1:15 നമ്മളിപ്പോൾ ഇവിടെ ഭാരത് മാതാ കോളേജിൻ്റെ അവിടെ എത്തി. അവിടുന്ന് ഇങ്ങനെ കാലടിച്ച് പോകുന്നു, ട്രിപ്പൊന്നും അടിക്കണില്ല. പിന്നെ 1800 രൂപയ്ക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സമയം എന്നും ഏൺ ചെയ്യണ സമയം ആയിട്ടില്ല. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമല്ല, നമ്മളിപ്പോൾ അത്രയും ദൂരമൊക്കെ പോയി വന്നതല്ലേ. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വലിയ മൂഡില്ല. 2 പഴം കുത്തിക്കയറ്റിയില്ലേ, ഇനിയിപ്പോൾ വലിയ വിശപ്പില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കണത്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 700-800 മീറ്റർ കൂടി പോയാൽ നമ്മളെ റൂമെത്തും. റൂമിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങലുണ്ടാവില്ല, അതാണ് പ്രശ്നം. പിന്നെ പൈസക്ക് ആണെങ്കിൽ കുറേ ആവശ്യമുണ്ട്, ട്രിപ്പ് അടിക്കണില്ല. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്, മറ്റേ മുപ്പത്തടത്തേക്കാണ് 200 രൂപയുടെ. ഞാൻ ഇപ്പം ഇങ്ങനെ ചുറ്റി പോന്നിട്ട് ഇതിപ്പോൾ മുമ്പിൽ കാണുന്നത് തൃക്കാക്കര അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം കേട്ടോ, ഫ്രണ്ട് കാണുന്നത്. അപ്പം ഇങ്ങോട്ട് ജസ്റ്റ് ട്രിപ്പ് അടിച്ചപ്പോൾ ലെഫ്റ്റ് കയറി, കാരണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. പിക്കപ്പ് കിലോമീറ്റർ കുറവാണ്. മറ്റത് 10 കിലോമീറ്റർ 206 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ നമ്മളെ കസ്റ്റമറെ പോയി പിക്കട്ടെ. കസ്റ്റമറെ പേരെന്താ? ദീപുവാണ്. 5538 ഓക്കെ, 36 അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ്റെ ഏകദേശം അടുത്തൊരു ഫ്ലാറ്റിലാട്ടുള്ളത്. ഇവിടേക്ക് ഒരു യാത്രയിലൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഊബർ ഇപ്പോഴാണ് ഓണാക്കണേ. മറ്റേ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യണതിൻ്റെ 1 കിലോമീറ്റർ മുമ്പേ യാത്രയിൽ നമുക്കൊരു ട്രിപ്പ് അടിച്ച്. മറ്റേത് നമുക്ക് 198 രൂപയായിട്ട് കിട്ടിയ 9.28 കിലോമീറ്റർ. അപ്പോൾ തന്നെ യാത്രയിലെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഊബറിൻ്റെ ആളെ ഡ്രോപ്പ് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. അതുകൊണ്ട് കഴിച്ചില്ലായി. ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. വേറൊരു ആപ്പിൽ ഓടുമ്പോൾ മറ്റേ ആപ്പിൽ ട്രിപ്പ് അടിക്കുമ്പോൾ ഇപ്പോൾ ഊബർ തന്നെ നമുക്ക് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഡ്രോപ്പ് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പിക്കപ്പ് വരുള്ളൂ, അത് ധൈര്യമായിട്ട് എടുക്കാം. പക്ഷേ ഇത് രണ്ടും 2 ആപ്പായതുകൊണ്ടേ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്ക് പിക്കപ്പ് കിട്ടിയത്. ഏതായാലും അത് ഡ്രോപ്പ് ചെയ്തു. 139 രൂപ കേട്ടോ യാത്രയിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് കുന്നത്തേരിയിലാട്ടോ, കുന്നത്തേരി ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മളെ വഹാബ് മുസ്ലിയാരുണ്ട് ഇവിടെ പള്ളിക്ക്. ആ കാണുന്നത് കേട്ടോ പള്ളി, ആ പച്ച കളറാണ്. അപ്പോൾ കുറേ ദിവസമായി എന്നോട് എന്തോ കാര്യം പറയാണ്ട്, നേരിട്ട് പറയാന്നൊക്കെ പറയണേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ പുളിഞ്ചോടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഊബർ ഞാൻ ഓഫ് ചെയ്തല്ലോ. നേരത്തെ നമ്മൾ ഓഫ് ചെയ്ത് ഓണാക്കിയിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് അടിച്ച്. അപ്പോൾ ഇനിയും അങ്ങനെ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. 2052 രൂപക്കാണ് ഊബറിൽ ഓടിയിട്ടുള്ളത്. യാത്രയിൽ ഓടിയ 140 രൂപയും. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിക്കാണ്ട്, ഒരു ഹിന്ദിക്കാരൻ്റെ ബിരിയാണി ഉണ്ട് അവിടെ. അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ചിട്ട് മോലിയടുത്തേക്കൊന്ന് പോട്ടെ. മോലിയടുത്തേക്ക് പോയാൽ ഇനി ഇറങ്ങലുണ്ടാവില്ല, അതാ പ്രശ്നം. 2 മണി ആയിക്കണു. വേഗം പോയി ലോറി നിസ്കരിക്കുക. പിന്നെ അസറ് നിസ്കരിച്ചിട്ട് നേരെ ഇതുവഴി നേരെ പോയാൽ പൈപ്പ് ലൈൻ റോഡത്. നേരെ പോയാൽ നമ്മൾ HMT റോട്ടിലേക്ക് ആടും. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോകും ചിലപ്പോൾ. അപ്പോൾ ഓക്കെ ഗൈസ്. വഹാബ് മുസ്ലിയാർ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 3:52 ആയിട്ടുള്ള സമയം. അപ്പോൾ ഇനി ഓടണില്ല, നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. കാക്കനാട് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. റൂം കഴിഞ്ഞിട്ട് കാക്കനാട് ജംഗ്ഷൻ വരെ ഒന്ന് പോകണം.
നമ്മളെ വഹാബ് മുസ്ലിയാരെ സാലറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് CDM ഇടണം. പിന്നെ നമ്മളെ കുറച്ച് പൈസ ഉണ്ട്. ഇന്ന് ഇൻഷുർ റിന്യൂ ചെയ്യാനുള്ള ദിവസമാണ്. അപ്പോൾ 24,400 എത്ര ഉണ്ട് നമ്മളെ മാരുതിൻ്റെ ന്യൂ ഇന്ത്യൻ്റെ കമ്പനി അതന്നെ ഇൻഷുർ റിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്ലെയിം ചെയ്ത ആൾ ഒന്നും പാടെ ക്ലെയിം ചെയ്യാണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓറിയൻ്റലോ അങ്ങനെ ഏതൊരു കമ്പനിയും പാടെ ഉണ്ട്. അതിലെത്ര 16 സംതിങ് ഉള്ളൂ. 9,000 റുപ്യേൻ്റെ 8,000 റുപ്യേൻ്റെ എന്തോ ഒരു കുറവുണ്ട്. പക്ഷേങ്കിൽ അതെടുത്താൽ എന്താ അവസ്ഥ എന്നറിയില്ല. ക്യാഷ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ വെച്ചാൽ ക്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പൈസ നമ്മളടക്കണം. പിന്നീട് ഇൻഷുറിൻ്റെ ആൾക്കാർ നമ്മളെ അക്കൗണ്ടിൽ ഇടുക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞേ. അപ്പം മറ്റേ മാരുതിൻ്റെ തന്നെയാണ് 1,000-1,500 റുപ്യ 700 റുപ്യ കൊടുത്താൽ വണ്ടി ഒരാഴ്ച കൊണ്ട് സാധനം കിട്ടും. അങ്ങനത്തെ കുറച്ച് സുഖം പരിപാടികളുണ്ടാവും. അപ്പോൾ ഏത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പൈസ ഒന്നും ആയിട്ടുമില്ല. അപ്പോൾ നമ്മൾ പൈസേൻ്റെ കാര്യം നോക്കുമ്പോൾ ഓറിയൻ്റൽ എടുക്കാനാണ് നമുക്കൊന്നും കൂടി സൗകര്യം. പക്ഷേങ്കിൽ മറ്റേതന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതന്നെ എടുക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും പോയിട്ട് CDM പൈസ ഇടാണ്ട്, കുറച്ച് പൈസ നമ്മളത് ഇടാണ്ട്, പിന്നെ വഹാബ് മുസ്ലിയാരതും ഉണ്ട്. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ടോ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. കാക്കനാട് ജംഗ്ഷനിക്കാണ് ഡെസ്റ്റിനേഷൻ എടുക്കണം. ഊബറിൽ മാത്രമേ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുള്ളൂ. റാപ്പിഡോ പിന്നെ നോക്കിയിട്ട് എടുക്കാം. നല്ല ട്രിപ്പ് നോക്കിയിട്ട് ഏകദേശം കാക്കനാട് ഭാഗത്തേക്കുള്ള ട്രിപ്പൊക്കെ എടുക്കാം. വേറെ എടുക്കാൻ എന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളെ കളമശ്ശേരി ഒരു CDM ഉണ്ട് ക്യാഷ് ഇടാനായിട്ട്. പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ HMT ജംഗ്ഷനിൽ പെടും. അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. സമയം 4 മണിയായി. അപ്പോൾ അവിടെ അല്ലെങ്കിൽ തന്നെ ബ്ലോക്ക് പെട്ടെന്ന് വരും. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഒന്നുകൂടി ബ്ലോക്കായി ഉണ്ടാവും. ഈ റോഡ് വണ്ടികൾ കുറവായിരിക്കും. പൈപ്പ് ലൈൻ റോഡാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ അവിടെ കയറുന്ന അവിടേക്ക് ചെന്ന് കയറും. അപ്പോൾ എന്നിട്ട് നേരെ പോയിട്ട് കാക്കനാട് പോയിട്ട് അവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ CDM ഉണ്ട്. അവിടെ പോയിട്ട് പൈസ ഇടാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. സമയം 4:29 ആയിട്ടുണ്ട്. 12,900 കയറിയിട്ടുള്ളൂ. 200 CDM ഇട്ടത്. ബാങ്ക് പോയപ്പോൾ എന്തൊരു ഹോളിഡേ ആണ്. അപ്പോൾ CDM ഇട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇൻഷുറൊക്കെ ഒന്ന് പുതുക്കട്ടെ. അപ്പോൾ ഏതായാലും നാളെ കാണാം.